ഈ രാത്രിയുടെ അഗാധമായ നിശബ്ദതയിലേക്ക് നമുക്ക് പതുക്കെ ഇറങ്ങിച്ചെല്ലാം. പുറത്ത് മൂടൽമഞ്ഞ് ജനാലയ്ക്കൽ മുട്ടിവിളിക്കുന്നുണ്ടാകാം. മരങ്ങൾക്കിടയിലൂടെ വീശുന്ന കാറ്റിന്റെ ശബ്ദം ഒരു താരാട്ടുപോലെ നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങട്ടെ. കണ്ണുകൾ പതുക്കെ അടച്ച് ദൂരെയുള്ള കാടിന്റെ മർമ്മരങ്ങൾക്കും നിങ്ങളുടെ ശ്വാസതാളത്തിനും മാത്രം കാതോർക്കുക. ഇതൊരു യാത്രയുടെ കഥയാണ്. മൈസൂർ റോഡിലെ ഇരുൾമൂടിയ വനവീഥികളിലൂടെയുള്ള കാലം മായ്ക്കാത്ത ഒരു ഭയാനകമായ അനുഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. മൈസൂർ റോഡ്. പകലിൽ പ്രകൃതിയുടെ പച്ചപ്പണിഞ്ഞ അതിമനോഹരമായ ഈ പാത സൂര്യൻ അസ്തമിക്കുന്നതോടെ മറ്റൊരു ഭാവം പ്രാപിക്കും. പ്രത്യേകിച്ച് ബന്ദിപ്പൂർ വനമേഖലയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ, മരങ്ങൾ റോഡിലേക്ക് കുനിഞ്ഞു നിൽക്കുന്ന ആ വിജനമായ ഇടങ്ങളിൽ. തണുത്ത കാറ്റ് കാറിന്റെ ചില്ലുകളിൽ തട്ടിവിളിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് വെളിച്ചം കനത്ത പുകമഞ്ഞിനെ കീറിമുറിക്കാൻ പാടുപെടുന്ന ഒരു പാതിരാത്രിയിലായിരുന്നു ഞങ്ങളുടെ ആ യാത്ര. വണ്ടിക്കുള്ളിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ആദ്യം എല്ലാവരും തമാശകളും പാട്ടുകളുമായി സന്തോഷത്തിലായിരുന്നുവെങ്കിലും കാടിന്റെ ഉള്ളിലേക്ക് കടന്നതോടെ സംസാരങ്ങളെല്ലാം പതുക്കെ നിലച്ചു. എല്ലാവരിലും വല്ലാത്തൊരു അസ്വസ്ഥത പടർന്നു തുടങ്ങിയിരുന്നു. സമയം അർദ്ധരാത്രി 2 മണി കഴിഞ്ഞിരുന്നു. നഗരത്തിന്റെ തിരക്കുകളെല്ലാം കിലോമീറ്ററുകൾക്ക് പിന്നിൽ മറഞ്ഞുപോയിരിക്കുന്നു. വിശപ്പും ക്ഷീണവും കാരണം വണ്ടി ഒതുക്കാൻ ഒരിടം തിരയുന്നതിനിടയിലാണ് കാടിന്റെ ഓരത്തുള്ള ആ പഴയ ചായക്കട കണ്ടത്. ദ്രവിച്ച തടിപ്പലകകൾ കൊണ്ട് നിർമ്മിച്ച ആ കടയിൽ ഒരു മഞ്ഞ ബൾബ് മാത്രം മങ്ങിക്കത്തുന്നുണ്ടായിരുന്നു. വണ്ടി നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി. വായുവിൽ വല്ലാത്തൊരു കനമുണ്ടായിരുന്നു. ഈർപ്പമുള്ള മണ്ണിന്റെയും പഴയ പുകയിലയുടെയും പിന്നെ കരിഞ്ഞ ചന്ദനത്തിരിയുടെയും ഒരു വിചിത്രമായ ഗന്ധം അവിടെ പടർന്നുകിടന്നു. ചുറ്റും കാട്ടുചീവീടുകളുടെ കരച്ചിൽ ഒരു വലിയ ഇരമ്പലായി കേൾക്കാം. കടയിലുണ്ടായിരുന്ന വൃദ്ധനായ ഒരാൾ ഞങ്ങളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ മുഖം പായൽ പിടിച്ച മരം പോലെ ചുളിവുകൾ വീണതായിരുന്നു. കണ്ണുകൾ കുഴിയിലാഴുന്നതും തിളക്കമില്ലാത്തതുമായിരുന്നു. അയാൾ ഞങ്ങൾക്ക് ചായ പകർന്നു തരുമ്പോൾ അയാളുടെ കൈകൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചായ കുടിക്കുന്നതിനിടയിൽ അയാൾ പതുക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഗൗരവമേറിയ ആ സ്വരത്തിൽ അയാൾ ശബ്ദം താഴ്ത്തി ഇപ്രകാരം പറഞ്ഞു: "മോനെ, ഈ രാത്രിയിൽ കാടിനുള്ളിലൂടെ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുന്നിൽ ഒരു വലിയ പാലമുണ്ട്. അത് കഴിഞ്ഞാൽ വഴിയിൽ എവിടെയെങ്കിലും ഒരു കൊച്ചുകുട്ടി പന്തുമായി നിൽക്കുന്നത് കണ്ടാൽ എന്ത് സംഭവിച്ചാലും വണ്ടി നിർത്തരുത്. അവനോട് സംസാരിക്കാൻ ശ്രമിക്കരുത്. റിയർ വ്യൂ മിററിലൂടെ പോലും അവനെ നോക്കരുത്. അവൻ അവിടെ നിൽക്കുന്നത് നിങ്ങളെ സഹായിക്കാനല്ല." ഞങ്ങൾ ആദ്യം ഒന്ന് ചിരിച്ചു. ഇത്തരം നാട്ടുകഥകൾ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾ പരസ്പരം നോക്കി ആംഗ്യം കാണിച്ചു. പക്ഷേ അയാളുടെ മുഖത്തെ ഭീകരമായ ഗൗരവവും ഞങ്ങളെ നോക്കുന്ന ആ തീക്ഷ്ണമായ നോട്ടവും ഞങ്ങളെ നിശബ്ദരാക്കി. അയാൾ തുടർന്നു: "ചിലപ്പോൾ അവൻ നിങ്ങളുടെ വണ്ടിക്ക് നേരെ പന്തെറിഞ്ഞേക്കാം. പന്ത് വണ്ടിയിൽ തട്ടുന്ന ശബ്ദം കേട്ടാലും എന്തിനധികം നിങ്ങളുടെ വണ്ടിയുടെ ചില്ല് തകർന്നാൽ പോലും നിങ്ങൾ പുറത്തിറങ്ങരുത്. വേഗത കൂട്ടാനോ കുറയ്ക്കാനോ നിൽക്കരുത്. ഒരേ വേഗതയിൽ മുന്നോട്ട് തന്നെ പോകുക. അവൻ ചിലപ്പോൾ വണ്ടിക്കൊപ്പം ഓടിയെന്ന് വരും. ഒരിക്കലും അവന്റെ കണ്ണുകളിലേക്ക് നോക്കരുത്. കാരണം ആ കണ്ണുകളിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തന്നെ അന്ത്യമായിരിക്കും." ആ മുന്നറിയിപ്പ് ഒരു ഐസുകട്ടി പോലെ ഞങ്ങളുടെ നട്ടലിലൂടെ താഴേക്ക് പാഞ്ഞുപോയി. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കാടിനുള്ളിൽ ഇപ്പോൾ കനത്ത ഇരുട്ടാണ്. റോഡിന് ഇരുവശത്തും ഭീമാകാരമായ മരങ്ങൾ. അവയുടെ ഇലകളില്ലാത്ത കൊമ്പുകൾ ഇരുട്ടിൽ നീണ്ട വിരലുകൾ പോലെ ഞങ്ങളെ പിടിക്കാൻ ആഞ്ഞു നിൽക്കുന്നതുപോലെ തോന്നി. കാറിനുള്ളിലെ റേഡിയോയിൽ പാട്ടുകൾക്ക് പകരം സ്റ്റാറ്റിക് ശബ്ദങ്ങൾ, സ്റ്റാറ്റിക് നോയ്സ് മാത്രം വരാൻ തുടങ്ങി. സ്ക്രീനിലെ ഗൂഗിൾ മാപ്പ് സിഗ്നൽ പൂർണ്ണമായും നഷ്ടപ്പെട്ട് ഒരു കറുത്ത ശൂന്യതയായി മാറി. പുറത്ത് മൂടൽമഞ്ഞ് അതിശക്തമായി. വൈപ്പർ ഇടയ്ക്കിടെ ചില്ല് വൃത്തിയാക്കുന്നുണ്ടെങ്കിലും കാഴ്ച മങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഹെഡ്ലൈറ്റ് വെട്ടത്തിൽ ദൂരെ റോഡിന് നടുവിൽ ഒരു ചെറിയ രൂപം അനങ്ങുന്നത് കണ്ടു. ഞങ്ങളുടെ ഹൃദയമിടിപ്പ് ചെവിയിൽ ഒരു ചെണ്ട കൊട്ടുന്നതുപോലെ മുഴങ്ങാൻ തുടങ്ങി. അതൊരു ചെറിയ കുട്ടിയായിരുന്നു. മുഷിഞ്ഞ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു കുട്ടി. അവന്റെ കയ്യിൽ ഒരു ചുവന്ന പന്തുണ്ടായിരുന്നു. കാട് പെട്ടെന്ന് നിശബ്ദമായി. ചീവീടുകൾ പോലും കരച്ചിൽ നിർത്തി. വണ്ടി അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ പതുക്കെ പന്ത് റോഡിനു കുറുകെ ഞങ്ങളുടെ കാറിന് നേരെ ഉരുട്ടിവിട്ടു. തക് തക്. ആ പന്ത് കാറിന്റെ മുൻവശത്തെ ടയറിന് താഴെ വന്ന് തട്ടിയ ശബ്ദം ആ നിശബ്ദതയിൽ ഒരു സ്ഫോടനം പോലെ മുഴങ്ങി. വണ്ടിയൊന്ന് ഉലഞ്ഞു. ഡ്രൈവ് ചെയ്തിരുന്ന രാഹുലിന്റെ കൈകൾ സ്റ്റിയറിംഗിൽ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടാൻ അവൻ ആഗ്രഹിച്ചു. പക്ഷേ ആ വൃദ്ധന്റെ മരവിച്ച വാക്കുകൾ ഞങ്ങളുടെ ഉള്ളിൽ അലറുന്നുണ്ടായിരുന്നു. വണ്ടി പതുക്കെ മുന്നോട്ട് നീങ്ങി. ആ കുട്ടിയുടെ അരികിലൂടെ കടന്നുപോകുമ്പോൾ കാറിന്റെ ഇടതുവശത്തെ ജനാലയ്ക്കൽ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. ആരോ വിരലുകൾ കൊണ്ട് ഗ്ലാസിൽ താളം പിടിക്കുന്നതുപോലെ. ഞങ്ങൾ ആരും അങ്ങോട്ട് നോക്കിയില്ല. പക്ഷേ ജനാലയിലെ ഗ്ലാസിൽ ആ തണുപ്പിൽ ആവി പിടിച്ചപ്പോൾ ഒരു ചെറിയ കൈപ്പത്തിയുടെ അടയാളം പതുക്കെ തെളിഞ്ഞുവരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. പുറത്ത് വായുവിൽ ഒരു നേർത്ത വിസിൽ ശബ്ദം ഉയർന്നു. അത് കാറ്റിന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ഒരു കൊച്ചുകുട്ടി ആരോടുമില്ലാതെ ചിരിക്കുന്നതുപോലെയായിരുന്നു. കാറിന്റെ ഇന്റീരിയർ ലൈറ്റുകൾ തനിയെ ഒന്ന് മിന്നിയണഞ്ഞു. വണ്ടിക്കുള്ളിലെ തണുപ്പ് പെട്ടെന്ന് 0 ഡിഗ്രിയിലേക്ക് താഴ്ന്നതുപോലെ തോന്നി. "രാഹുലേ, നോക്കരുത്. നേരെ മാത്രം നോക്ക്. ദൈവത്തെ ഓർത്ത് തിരിഞ്ഞു നോക്കരുത്." ഞാൻ ശ്വാസം കിട്ടാതെ മന്ത്രിച്ചു.
ഏതാനും മിനിറ്റുകൾ നീണ്ട ആ ഭീകരതയ്ക്ക് ശേഷം വണ്ടി ഒരു പഴയ പാലം കടന്നു. അതോടെ കാടിന്റെ ആ കനത്ത മരവിപ്പ് പതുക്കെ മാറാൻ തുടങ്ങി. ദൂരെ നഗരത്തിലെ വെളിച്ചങ്ങൾ കണ്ടപ്പോൾ മാത്രമാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. ഒരു പെട്രോൾ പമ്പിന് മുന്നിൽ ഞങ്ങൾ വണ്ടി നിർത്തി. എല്ലാവരും വിയർത്തുകുളിച്ചിരുന്നു. വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഞങ്ങളെ തളർത്തിക്കളഞ്ഞു. കാറിന്റെ ഇടതുവശത്തെ ഗ്ലാസിൽ ചെളിപുരണ്ട ചെറിയ കൈപ്പത്തികളുടെ ഒരുപാട് അടയാളങ്ങളുണ്ടായിരുന്നു. കൂടാതെ ചുവന്ന നിറത്തിലുള്ള നനഞ്ഞ മണ്ണ് പുരണ്ട ആ പന്ത് കാറിന്റെ ഡിക്കിക്ക് മുകളിൽ ഗ്ലാസിനോട് ചേർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ അവിടെ വന്നുവെന്നോ ആരു വെച്ചുവെന്നോ ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ ആ പന്തിൽ നിന്ന് ഇപ്പോഴും ആ പഴയ ചന്ദനത്തിരിയുടെ ഗന്ധം വരുന്നുണ്ടായിരുന്നു. ഇന്നും രാത്രിയിൽ മൈസൂർ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പഴയ ചായക്കടക്കാരന്റെ രൂപം എന്റെ ഓർമ്മയിൽ വരും. നിങ്ങൾ പോകുന്ന വഴികളിൽ കാടിന്റെ ഇരുട്ടിൽ ആരെങ്കിലും പന്തുമായി നിൽക്കുന്നത് കണ്ടാൽ ഒരിക്കലും നിർത്തരുത്. അവർക്ക് വേണ്ടത് നിങ്ങളുടെ സഹായമല്ല, മറിച്ച് നിങ്ങളുടെ കൂടെ വരാനുള്ള ഒരവസരമാണ്. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. നിങ്ങളുടെ മുറിക്കുള്ളിൽ ഇപ്പോൾ ആ ചന്ദനത്തിരിയുടെ മണം അനുഭവപ്പെടുന്നുണ്ടോ? ജനാലയ്ക്കൽ ആരോ പതുക്കെ തട്ടുന്നത് കേൾക്കുന്നുണ്ടോ? അത് കാറ്റാണെന്ന് കരുതി സമാധാനിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ കിടക്കയ്ക്ക് താഴെ ഒരു ചുവന്ന പന്ത് ഉരുണ്ടുവരുന്നുണ്ടോ എന്ന് മാത്രം നോക്കരുത്. പാലക്കാട്ടെ ആ പഴയ തറവാടിനു ചുറ്റും കരിമ്പനകൾ കാവൽ നിൽക്കുന്നത് പോലെ തോന്നും. സന്ധ്യ കഴിഞ്ഞാൽ ആ വഴി ആരും പോകാറില്ല, പ്രത്യേകിച്ചും ആ വലിയ കാവിനടുത്തെ പഴയ പാലമരത്തിന് ചുവട്ടിലൂടെ. പക്ഷേ നഗരത്തിൽ നിന്ന് വന്ന വിനയന് ഇതൊക്കെ വെറും നാട്ടുകഥകളായിരുന്നു. ഒരു രാത്രി സുഹൃത്തുക്കളോടൊപ്പമുള്ള മദ്യപാനത്തിനു ശേഷം പന്തയത്തിൽ ജയിക്കാൻ അവൻ ഒറ്റയ്ക്ക് ആ കാവിലേക്ക് നടന്നു. സമയം രാത്രി 12 മണി. ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്നു. കാവിനുള്ളിലെ ഇരുട്ടിന് ഒരു വല്ലാത്ത കടുപ്പമായിരുന്നു. പെട്ടെന്ന് കാറ്റിൽ അതിശക്തമായ പാലപ്പൂവിന്റെ മണം പടർന്നു. കൂടെ ഒരു നേർത്ത പാദസര കിലുക്കവും സ്റ്റാർ കിളിം. വിനയൻ ടോർച്ച് തെളിച്ചു. പാലമരത്തിന്റെ ചുവട്ടിൽ വെള്ളവസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവളുടെ മുടി തറയോളം നീണ്ടുകിടക്കുന്നുണ്ടായിരുന്നു. വിനയൻ അടുത്തേക്ക് ചെന്നു. മോളെ, ഈ രാത്രിയിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. അവൾ പതുക്കെ തലയുയർത്തി. അതീവ സുന്ദരിയായ ഒരു മുഖം. പക്ഷേ അവളുടെ കണ്ണുകൾ, അവയ്ക്ക് കൃഷ്ണമണികൾ ഇല്ലായിരുന്നു. വെളുത്ത നിറത്തിൽ തിളങ്ങുന്ന 2 ഗോളങ്ങൾ മാത്രം. അവൾ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ വായുവിൽ തണുപ്പുറഞ്ഞുപോയി. എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരുമോ? അവൾ മൃദുവായ സ്വരത്തിൽ ചോദിച്ചു. വിനയൻ തന്റെ ബാഗിൽ നിന്ന് വെള്ളമെടുത്തുകൊടുത്തു. അവൾ അത് കുടിക്കുമ്പോൾ അവളുടെ വിരലുകൾ അവന്റെ കൈകളിൽ തട്ടി. ഐസ് കട്ടയേക്കാൾ തണുപ്പുള്ള സ്പർശനം. പെട്ടെന്ന് അവൾ അവന്റെ കൈ മുറുകെ പിടിച്ചു. അവളുടെ നഖങ്ങൾ അവന്റെ മാംസത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി. ഈ വെള്ളം പോരാ, എനിക്ക് ചൂടുള്ള രക്തം വേണം. അവളുടെ ശബ്ദം പെട്ടെന്നൊരു ഇടിമുഴക്കം പോലെ മാറി. വിനയൻ ടോർച്ച് അവളുടെ കാലുകളിലേക്ക് അടിച്ചു. അവന്റെ ശ്വാസം നിലച്ചുപോയി. അവളുടെ പാദങ്ങൾ പിന്നിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നിരുന്നത്. മണ്ണിൽ പതിഞ്ഞ അവളുടെ കാൽപ്പാടുകളിൽ നിന്ന് കറുത്ത രക്തം വമിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. അവളുടെ ശരീരം ഒരു മരം പോലെ നീണ്ടു വളരാൻ തുടങ്ങി. വായവശങ്ങളിലേക്ക് വലിഞ്ഞുമുറുകി കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വന്നു. അവൾ വിനയനെ എടുത്ത് ആ പാലമരത്തിന്റെ മുകളിലെ കൊമ്പിലേക്കെറിഞ്ഞു. അവിടെ ആ മരത്തിന്റെ ചില്ലകളിൽ വിനയൻ കണ്ട കാഴ്ച അവനെ ഭ്രാന്തനാക്കി. അവിടെ ഡസൻ കണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവയിൽ ചിലതിൽ ഇപ്പോഴും പച്ചമാംസം അവശേഷിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കാവിനടുത്തെത്തിയപ്പോൾ വിനയനെ പാലമരത്തിന്റെ ചുവട്ടിൽ ബോധരഹിതനായി കണ്ടെത്തി. അവന്റെ ശരീരത്തിൽ രക്തത്തിന്റെ ഒരു തുള്ളി പോലും അവശേഷിച്ചിരുന്നില്ല. അവന്റെ മുടി മുഴുവൻ ഒരു രാത്രി കൊണ്ട് വെള്ളയായി മാറിയിരുന്നു. അവന്റെ നാവുകൾ ആരോ പിഴുതെടുത്തതുപോലെ മുറിഞ്ഞുപോയിരുന്നു. ഇന്നും ആ കാവിനടുത്ത് രാത്രിയിൽ പോകുന്നവർക്ക് ഒരു സ്ത്രീയുടെ തേങ്ങൽ കേൾക്കാം. പാലപ്പൂവിന്റെ മണം വായുവിൽ പടരുമ്പോൾ ഒന്നുമാത്രം ഓർക്കുക, അത് കാറ്റല്ല, അത് അവളുടെ ശ്വാസമാണ്. നിങ്ങളുടെ ജനാലയ്ക്ക് പുറത്ത് ഇപ്പോൾ ഒരു പാലപ്പൂവിന്റെ മണം വരുന്നുണ്ടോ? ആരോ പാദസരമിട്ട് നടക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരിക്കലും പുറത്തേക്ക് നോക്കരുത്. അവൾ ജനാലയ്ക്കൽ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാകും. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു പഴയ കെട്ടിടത്തിന്റെ 3-ാം നിലയിലുള്ള തന്റെ മുറിയിൽ വരുൺ തനിച്ചായിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞിരിക്കുന്നു. മുറിക്കുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത പടർന്നു കിടക്കുകയായിരുന്നു. മേശപ്പുറത്തിരിക്കുന്ന ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിക്കുന്ന ശബ്ദം പോലും ആ മുറിയിൽ ഒരു വലിയ മുഴക്കമായി കേൾക്കാം. സ്റ്റാർ ടിക്ക് ടിക്. സ്റ്റാർ. വരുൺ ഉറങ്ങാനായി ലൈറ്റ് അണച്ചു. പുറത്തെ തെരുവ് വിളക്കിന്റെ മങ്ങിയ വെളിച്ചം ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് അരിച്ചു കയറുന്നുണ്ട്. അവൻ തന്റെ മുറിയുടെ വാതിൽ പതുക്കെ അടച്ചു. മരം കൊണ്ടുള്ള ആ പഴയ വാതിൽ അതിന്റെ ഫ്രെയിമിലേക്ക് അമർന്നു നിന്നപ്പോഴുണ്ടായ ആ ശബ്ദം ക്ലിക്ക് ആ നിശബ്ദതയെ പൂർണ്ണമാക്കി. അവൻ കിടക്കയിലേക്ക് ചരിഞ്ഞതേയുള്ളൂ. പെട്ടെന്ന് മുറിക്കുള്ളിൽ വല്ലാത്തൊരു മാറ്റം അവൻ ശ്രദ്ധിച്ചു. വായുവിലെ തണുപ്പ് പെട്ടെന്ന് വർദ്ധിച്ചതുപോലെ. കാതുകളിൽ ഒരു നേർത്ത മൂളൽ അനുഭവപ്പെട്ടു. പിന്നെ അത് സംഭവിച്ചു. വരുൺ. വളരെ വ്യക്തമായ ഒരു വിളി. അത് ദൂരെ എവിടെയോ നിന്നല്ല, മറിച്ച് ആ അടച്ചിട്ട വാതിലിന്റെ തൊട്ടടുത്തുനിന്ന് ആരോ വിളിച്ചതുപോലെ.
വരുൺ ഞെട്ടിയെഴുന്നേറ്റു. അവൻ ശ്വാസമടക്കി പിടിച്ചു കാതോർത്തു. ആരോ മുറിക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ടോ? അവൻ വേഗത്തിൽ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. ക്ഷണനേരം കൊണ്ട് മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. പുറത്തെ ഇടനാഴിയിലെ മങ്ങിയ വെളിച്ചം മാത്രം അവിടെയുണ്ട്. ആരുമില്ല. അവൻ മുറിയുടെ ഓരോ കോണും പരിശോധിച്ചു. അലമാരയ്ക്കുള്ളിലോ കർട്ടന് പിന്നിലോ ആരുമില്ല. അവൻ തന്റെ തോന്നലായിരിക്കുമെന്ന് കരുതി വീണ്ടും വാതിലടച്ചു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞില്ല. വീണ്ടും ആ ശബ്ദം. വരുൺ, വരുൺ. ഇത്തവണ അത് വെറുമൊരു വിളിയായിരുന്നില്ല. അതിലൊരു വല്ലാത്ത ആർദ്രതയുണ്ടായിരുന്നു. ആരോ തന്നെ ദൂരേക്ക് വിളിക്കുന്നതുപോലെ. വരുൺ വീണ്ടും വാതിൽ തുറന്നു. നിമിഷങ്ങൾക്കകം ശബ്ദം നിലച്ചു. മുറിയിൽ വീണ്ടും കനത്ത നിശബ്ദത മാത്രം. അവൻ ഈ പ്രക്രിയ പലതവണ ആവർത്തിച്ചു. വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു ശ്മശാന നിശബ്ദതയാണ്. പക്ഷേ വാതിലടച്ച് ആ കുറ്റി വീഴുന്ന നിമിഷം ആ ശബ്ദം വീണ്ടും തുടങ്ങും. അവൻ ആകെ പരിഭ്രാന്തനായി. ആ വാതിൽ തുറന്നാൽ മാത്രം പോകുന്ന ആ നിഗൂഢത എന്താണ്? അവൻ തന്റെ ചെവി ആ അടച്ചിട്ട വാതിലിനോട് ചേർത്തുവെച്ചു. ആ മരപ്പലകകൾക്കുള്ളിൽ നിന്ന് ഒരു ഹൃദയമിടിപ്പ് പോലെ എന്തോ ഒന്ന് കേൾക്കാമായിരുന്നു. വാതിലിന്റെ തടികൾക്കിടയിലൂടെ ആരോ ശ്വാസം വിടുന്നത് അവൻ അറിഞ്ഞു. ആ ശബ്ദം ഇപ്പോൾ കൂടുതൽ അടുത്തുവന്നു. വരുൺ, എന്നെ പുറത്തുവിടൂ. എനിക്ക് വല്ലാതെ ശ്വാസം മുട്ടുന്നു. ആ ശബ്ദം ആ വാതിലിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ മരപ്പലകകൾക്കുള്ളിൽ ആരോ കുടുങ്ങിക്കിടക്കുന്നു. വരുൺ പേടിച്ച് പിന്നിലേക്ക് നീങ്ങി. ആ വാതിൽ പതുക്കെയൊന്ന് വിറയ്ക്കുന്നതായി അവന് തോന്നി. വാതിലിന്റെ ഉപരിതലത്തിൽ ഒരു വിരലടയാളം പോലെ എന്തോ ഒന്ന് തെളിഞ്ഞുവരുന്നു. അത് വാതിലിന്റെ മറുവശത്തു നിന്നല്ല, മറിച്ച് മരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്നതുപോലെയായിരുന്നു. അവൻ ആ വാതിൽ പിന്നീട് ഒരിക്കലും അടച്ചില്ല. തുറന്നുകിടക്കുന്ന വാതിലിന്റെ വിടവിലൂടെ നോക്കുമ്പോൾ അവിടെ നിശബ്ദതയാണ്. പക്ഷേ ആ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ അവനറിയാമായിരുന്നു, ആ വാതിൽ അടയുന്ന നിമിഷം താൻ തന്റെ പേര് മാത്രമല്ല കേൾക്കുക, മറിച്ച് ആ മരത്തിനുള്ളിൽ കുടുങ്ങിയ ആ രൂപം തന്റെ പുറകിൽ വന്ന് നിൽക്കുമെന്നും. ഇന്നും രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ മുറിയുടെ വാതിലൊന്ന് ശ്രദ്ധിക്കുക. അത് അടഞ്ഞുതന്നെയാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ പേര് ആരോ വിളിക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? വാതിൽ തുറക്കുമ്പോൾ ശബ്ദം നിലയ്ക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. ചിലപ്പോൾ ആ വാതിൽ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളെ വിളിക്കുന്ന ആ രൂപത്തെയായിരിക്കും. അതൊരു പഴയ തറവാടായിരുന്നു. മുറ്റത്തെ മാവുകളിൽ നിന്ന് ഇറ്റുവീഴുന്ന മഞ്ഞിൻതുള്ളികൾ, മണ്ണിൽ പതിക്കുന്ന ശബ്ദം മാത്രം കേൾക്കാവുന്ന അത്രയും നിശബ്ദമായ ഒരു രാത്രി. വേനൽക്കാലത്തിന്റെ ചൂട് അല്പം മാറിയിട്ടുണ്ടെങ്കിലും വായുവിൽ ഇപ്പോഴും ഒരു വല്ലാത്ത കനം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. തറവാടിന്റെ തെക്കേ മൂലയിൽ കാടുപിടിച്ചു കിടക്കുന്ന പറമ്പിന് നടുവിലായി ആ പഴയ കിണർ സ്ഥിതി ചെയ്യുന്നു. കരിങ്കല്ല് പാകിയ വശങ്ങളിൽ പായൽ പിടിച്ചു പച്ച നിറമായിരിക്കുന്നു. ആ കിണറിന് ഒരു പ്രത്യേകതയുണ്ടെന്ന് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞാൽ ആ കിണറ്റിലേക്ക് നോക്കരുത്, വെള്ളം നിങ്ങളെ നോക്കി ചിരിക്കും. മാധവൻ അന്നവിടെ തനിച്ചായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു ദിവസം സമാധാനമായി ഇരിക്കാൻ വന്നതായിരുന്നു അവൻ. പക്ഷേ ആ രാത്രിയിൽ അവന് ഉറക്കം വന്നില്ല. വല്ലാത്തൊരു ദാഹം അവനെ വലച്ചു. അടുക്കളയിലെ കലത്തിൽ വെള്ളമില്ലായിരുന്നു. ഒടുവിൽ ഒരു ടോർച്ചും ബക്കറ്റുമായി അവൻ കിണറ്റിലേക്ക് നടന്നു. പറമ്പിലെ കരിയിലകൾ അവന്റെ കാൽപാദത്തിനടിയിൽ അമർന്നു പൊട്ടുന്ന ശബ്ദം കട 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 ആ നിശബ്ദതയെ കീറിമുറിച്ചു. കിണറിനടുത്തെത്തിയപ്പോൾ വായുവിൽ മണ്ണെണ്ണയുടെയും നനഞ്ഞ പായലിന്റെയും ഒരു ഗന്ധം അനുഭവപ്പെട്ടു. അവൻ ടോർച്ച് തെളിച്ചു കിണറ്റിലേക്ക് നോക്കി. അഗാധമായ താഴ്ചയിൽ കറുത്ത മഷി പോലെ വെള്ളം കിടക്കുന്നു. അവൻ ബക്കറ്റ് താഴേക്കിറക്കി. കയർ കൈകളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ശബ്ദം ഘിർ 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 കിണറിനുള്ളിൽ ഒരു മുഴക്കമായി തിരിച്ചുവന്നു. വെള്ളത്തിൽ ബക്കറ്റ് വീണപ്പോൾ ഉണ്ടായ ഓളങ്ങൾ അടങ്ങുന്നതുവരെ അവൻ കാത്തുനിന്നു. ചന്ദ്രന്റെ വെളിച്ചം കിണറിനുള്ളിലേക്ക് നേരിട്ട് പതിക്കുന്നുണ്ടായിരുന്നു. വെള്ളം ഒരു കണ്ണാടി പോലെ ശാന്തമായി. മാധവൻ പതുക്കെ കിണറ്റിലേക്ക് കുനിഞ്ഞു നോക്കി. ആ തെളിനീരിലെല്ലാം വ്യക്തമായി കാണാമായിരുന്നു. മുകളിലെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ട്. കിണറിന്റെ വശങ്ങളിലെ പായൽ പിടിച്ച കല്ലുകൾ കാണാം. കാറ്റിലാടുന്ന തെങ്ങിന്റെ ഓലകൾ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്തിന്, തന്റെ തോളിലിരുന്ന ടോർച്ച് പോലും അവൻ ആ വെള്ളത്തിൽ കണ്ടു. പക്ഷേ മാധവന്റെ ഉള്ളിൽ ഒരു മരവിപ്പ് പടരാൻ തുടങ്ങി. അവൻ ആ വെള്ളത്തിലേക്ക് നോക്കി നിന്നു. അവിടെയെല്ലാമുണ്ട്, പക്ഷേ അവന്റെ മുഖം മാത്രം അവിടെയില്ല. അവന്റെ വസ്ത്രങ്ങൾ കാണാം, അവന്റെ കൈകൾ കാണാം, പക്ഷേ കഴുത്തിനു മുകളിലേക്ക് വെറുമൊരു ശൂന്യത മാത്രം. ഒരു നിഴൽ പോലുമില്ലാത്ത വെളിച്ചം കടന്നുപോകുന്ന ഒരു ശൂന്യത. അവൻ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. അപ്പോഴും മാറ്റമില്ല. വെള്ളത്തിൽ ആകാശമുണ്ട്, കാടുണ്ട്, തന്റെ ശരീരം പോലുമുണ്ട്. പക്ഷെ തന്റെ മുഖമെവിടെ? അവൻ പേടിയോടെ തന്റെ മുഖത്ത് കൈവച്ചു നോക്കി. അവിടെ കണ്ണും മൂക്കും വായുമെല്ലാം കൃത്യമായി തന്നെയുണ്ട്. പക്ഷേ ആ ജലദർപ്പണത്തിന് മാത്രം അത് കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് അവന്റെ പ്രതിബിംബമില്ലാത്ത ആ ശൂന്യമായ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു ചലനം അവൻ ശ്രദ്ധിച്ചു. അവിടെ അവന്റെ മുഖമിരിക്കേണ്ട സ്ഥാനത്ത് പതുക്കെ മറ്റൊരു രൂപം തെളിഞ്ഞുവരാൻ തുടങ്ങി. അത് അവന്റേതായിരുന്നില്ല. അതൊരു വൃദ്ധന്റെ മുഖമായിരുന്നു. കണ്ണുകൾ കുഴിയിലാഴ്ന്ന, ചിരിമായാത്ത, നനഞ്ഞ മുടിയുള്ള ഒരു രൂപം. ആ രൂപം വെള്ളത്തിനുള്ളിൽ നിന്ന് മാധവനെ നോക്കി കൈവീശി.
മാധവൻ ടോർച്ച് താഴെയിട്ടു. അത് കിണറ്റിലെ വെള്ളത്തിൽ വീണപ്പോൾ ഉണ്ടായ ശബ്ദം ഒരു സ്ഫോടനം പോലെ അവന് തോന്നി. ടോർച്ച് വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുമ്പോഴും അതിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു, ആ വൃദ്ധന്റെ മുഖം ഇപ്പോൾ വെള്ളത്തിനു മുകളിലേക്ക് പതുക്കെ ഉയർന്നുവരികയാണ്. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് തറവാട്ടിലേക്ക് ഓടി. മുറിയിൽ കയറി വാതിലടച്ച് പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. പക്ഷേ അവന്റെ കാതുകളിൽ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് കിണറ്റിലെ വെള്ളം ഇളകുന്ന ശബ്ദമായിരുന്നു. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലെ ആളുകൾ അവിടെ എത്തിയപ്പോൾ അവർ കണ്ടത് വിചിത്രമായൊരു കാഴ്ചയാണ്. കിണറ്റിലെ വെള്ളം പൂർണ്ണമായും വറ്റിയിരിക്കുന്നു. കിണറിന്റെ അടിത്തട്ടിൽ മാധവന്റെ ടോർച്ച് കിടപ്പുണ്ടായിരുന്നു. അതിന്റെ വെളിച്ചം അപ്പോഴും അണഞ്ഞിട്ടില്ല. പക്ഷേ ആ കരിങ്കല്ല് പാകിയ ഭിത്തിയിൽ ആരോ കരികൊണ്ട് ഇങ്ങനെ എഴുതിവച്ചിരുന്നു: നിന്റെ മുഖം എനിക്ക് വല്ലാതെ ഇഷ്ടമായി, ഇപ്പോൾ അത് എന്റേതാണ്. മാധവൻ പിന്നീട് ഒരിക്കലും കണ്ണാടിയിൽ നോക്കിയിട്ടില്ല. കാരണം അവൻ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ വെറുമൊരു ശൂന്യത മാത്രമാണ് അവൻ കാണുന്നത്. അവന്റെ മുഖം ഇന്നും ആ കിണറിന്റെ അഗാധമായ ഇരുട്ടിൽ എവിടെയോ ആ രൂപത്തിന്റെ കൂടെയുണ്ട്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം മാറി വലിയ കാടുകളോ കുന്നുകളോ ഇല്ലാത്ത ഒരു സാധാരണ വഴി. ആ വഴിയിലൂടെ പോകുമ്പോൾ ഇടതുവശത്തായി നീളത്തിൽ പായൽ പിടിച്ച ഒരു മതിൽ കാണാം. വളരെ പഴയ കരിങ്കല്ലുകൾ കൊണ്ട് പണിത ആ മതിലിന് ഏകദേശം 10 അടി ഉയരമുണ്ട്. മുകളിലെ കല്ലുകൾക്കിടയിലൂടെ ചെറിയ കാട്ടുചെടികൾ വളർന്നു നിൽക്കുന്നു. ആ വഴിയിലൂടെ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നവർക്കറിയാം, ആ മതിൽ ഒരു തുടർച്ചയാണ്. അവിടെ ഒരു വിടവോ ഗേറ്റോ കയറാൻ പറ്റിയ ഒരു പഴുതോ ഇല്ല. വെറുമൊരു നിശബ്ദമായ കരിങ്കൽ മതിൽ. സിദ്ധാർത്ഥ് ആ വഴിയിലൂടെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തിങ്കൾ മുതൽ ശനി വരെ അവൻ കാണുന്നത് ഈ കരിങ്കൽ ഭിത്തി മാത്രമാണ്. പക്ഷേ നാട്ടുകാർക്കിടയിൽ ഒരു അടക്കം പറച്ചിലുണ്ട്: അതൊരു മതിലല്ല, അതൊരു വീടാണ്. ഞായറാഴ്ചയിലെ വീട് എന്നാണ് അവർ അതിനെ വിളിച്ചിരുന്നത്. ഒരു ഞായറാഴ്ച രാവിലെ വല്ലാത്തൊരു ആകാംക്ഷയോടെ സിദ്ധാർത്ഥ് ആ മതിലിനടുത്തേക്ക് നടന്നു. തലേദിവസം രാത്രി പെയ്ത മഴയുടെ ഈർപ്പം വായുവിലുണ്ടായിരുന്നു. പക്ഷികൾ പോലും അന്ന് നിശബ്ദമായിരുന്നു. അവൻ ആ കരിങ്കൽ മതിലിന്റെ അടുത്തെത്തി. അവൻ അത്ഭുതപ്പെട്ടുപോയി. തലേദിവസം വരെ താൻ കണ്ട ആ കടുപ്പമേറിയ കരിങ്കല്ലുകൾ അവിടെയില്ല. പകരം പായൽ പടർന്ന ആ മതിലിന്റെ നടുവിലായി ഒരു വലിയ മരവാതിൽ തെളിഞ്ഞു നിൽക്കുന്നു. വല്ലാത്തൊരു കൊത്തുപണികളുള്ള ഇരുമ്പ് വളയങ്ങൾ പിടിപ്പിച്ച ഒരു പഴയ ഈട്ടിത്തടി വാതിൽ. വാതിലിനു മുകളിൽ ഒരു ചെറിയ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിലും ആ വിളക്കിനൊരു വിചിത്രമായ നീലനിറമായിരുന്നു. അവൻ പതുക്കെ ആ വാതിലിൽ തട്ടി. തക്സ്റ്റാർ അകത്തുനിന്ന് ഒരു മറുപടിയും വന്നില്ല. പക്ഷേ ആ വാതിൽ പതുക്കെ ഉള്ളിലേക്ക് തുറന്നു. വാതിൽ തുറക്കുമ്പോഴുണ്ടായ ആ ശബ്ദം, ക്രീ, ആ പ്രദേശം മുഴുവൻ പ്രതിധ്വനിച്ചു. സിദ്ധാർത്ഥ് അകത്തേക്ക് കാലെടുത്തുവച്ചു. അതൊരു മനോഹരമായ വീടായിരുന്നു. മുറ്റത്ത് വിടർന്നു നിൽക്കുന്ന ചെമ്പകപ്പൂക്കളുടെ മണം അവനെ പൊതിഞ്ഞു. വീടിനുള്ളിലെല്ലാം ക്രമമായി വെച്ചിരിക്കുന്നു. മേശപ്പുറത്ത് പുകയുന്ന ഒരു കപ്പ് ചായ, പകുതി വായിച്ചുവെച്ച ഒരു പുസ്തകം, പിന്നെ ചുമരിൽ പതുക്കെ മിടിക്കുന്ന ഒരു വലിയ ക്ലോക്ക്. പക്ഷെ അവിടെ മനുഷ്യരില്ല. ജനാലയിലൂടെ നോക്കിയപ്പോൾ അവൻ കണ്ടത് പുറത്തെ റോഡല്ല, മറിച്ച് അനന്തമായി നീളുന്ന ഒരു കടൽത്തീരമാണ്. അവൻ ആ വീട്ടിലൂടെ നടന്നു. ഓരോ മുറിയിലും അവന് പരിചിതമായ എന്തോ ഒന്നുണ്ടായിരുന്നു. അവന്റെ കുട്ടിക്കാലത്തെ കളിക്കോപ്പുകൾ, അച്ഛൻ ഉപയോഗിച്ചിരുന്ന പഴയ പേന. അവന് ആ വീട് വിട്ടുപോകാൻ തോന്നിയില്ല. സമയം പോയത് അവൻ അറിഞ്ഞില്ല. പെട്ടെന്ന് ചുമരിലെ ക്ലോക്ക് വലിയ ശബ്ദത്തിൽ അടിക്കാൻ തുടങ്ങി. ടോങ് സ്റ്റാർ ആ ശബ്ദം കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് വല്ലാത്തൊരു പരിഭ്രമം തോന്നി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയായിരുന്നു. അവൻ വേഗത്തിൽ വാതിലിനടുത്തേക്ക് ഓട്ടി. പുറത്തിറങ്ങി ആ വാതിൽ വലിച്ചടച്ചു. അവൻ കിതച്ചുകൊണ്ട് റോഡിൽ നിന്നു. ഒരു നിമിഷം കണ്ണടച്ച് ശ്വാസം വിട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്റെ ഹൃദയം നിലച്ചുപോയി. അവിടെ വാതിലില്ല, വിളക്കില്ല, മുറ്റത്തെ ചെമ്പകപ്പൂക്കളുടെ മണമില്ല. അവിടെ വീണ്ടും പായൽ പിടിച്ച കരിങ്കല്ലുകൾ പാകിയ ആ പഴയ മതിൽ മാത്രം. അവൻ ആ കല്ലുകളിൽ തലോടി നോക്കി, വിരലുകൾ കൊണ്ട് പോരി നോക്കി. പക്ഷേ അവയ്ക്ക് കല്ലിന്റെ കടുപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് തിങ്കളാഴ്ച അവൻ വീണ്ടും അവിടെയെത്തി. മതിൽ അവിടെത്തന്നെയുണ്ട്. അവൻ ഒരു കല്ലെടുത്ത് ആ മതിലിൽ ശക്തിയായി ഇടിച്ചു. ഒന്നും സംഭവിച്ചില്ല. നാട്ടുകാർ അവനെ നോക്കി സഹതാപത്തോടെ ചിരിച്ചു. സിദ്ധാർത്ഥ് പിന്നീട് ആ വഴിയിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചു, മതിലിന്റെ ഒരു മൂലയിൽ ചെറിയൊരു വിള്ളലുണ്ട്. ആ വിള്ളലിലൂടെ നോക്കിയാൽ അകത്തിപ്പോഴും ആ നീലവിളക്ക് കത്തുന്നത് കാണാം. പക്ഷേ ഞായറാഴ്ചയല്ലാതെ ആ വാതിൽ ഇനി അവനു മുന്നിൽ തുറക്കില്ല. ചില വീടുകൾ അങ്ങനെയാണ്. അവ ഇഷ്ടമുള്ളപ്പോൾ മാത്രം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും. ബാക്കി ദിവസങ്ങളിൽ അവ നമ്മുടെ ഓർമ്മകൾ പോലെ ഒരു കരിങ്കൽ മതിലിനു പിന്നിൽ മറഞ്ഞിരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ മുറിയുടെ ഭിത്തിയിലേക്ക് ഒന്ന് നോക്കുക. അവിടെ വെറുമൊരു മതിൽ മാത്രമാണോ? രാത്രി 1 മണി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ തിരക്കുകളെല്ലാം അടങ്ങി തെരുവുവിളക്കുകൾ മാത്രം മങ്ങിക്കെത്തുന്ന ഒരു സമയം. ആകാശ് തന്റെ ജോലി കഴിഞ്ഞ് ഫ്ളാറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. ലിഫ്റ്റിന്റെ വാതിൽ തുറന്നപ്പോൾ ഉണ്ടായ ആ ശബ്ദം, ടിങ്, ആ വിജനമായ ഇടനാഴിയിൽ അസാധാരണമാംവിധം മുഴങ്ങി. അവൻ തന്റെ മുറിയായ 404 മുന്നിലെത്തി. പോക്കറ്റിൽ നിന്ന് താക്കോൽക്കൂട്ടം പുറത്തെടുത്തു.
വിരലുകൾക്കിടയിൽ ലോഹത്തിന്റെ തണുപ്പ് അവൻ അറിഞ്ഞു. അവൻ താക്കോൽ ഹോളിലേക്ക് തിരിച്ചു. ക്ലിക്ക്! ആ ശബ്ദം കേട്ട നിമിഷം തന്നെ അവന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഉള്ളിൽ നിന്ന് ആരോ വാതിൽ തുറക്കാൻ സഹായിക്കുന്നതുപോലെ ഒരു തോന്നൽ. അവൻ പതുക്കെ വാതിൽ തള്ളി അകത്തേക്ക് കയറി. മുറിക്കുള്ളിൽ വല്ലാത്തൊരു ഇരുട്ടായിരിക്കുമെന്ന് അവൻ കരുതിയിരുന്നു. പക്ഷേ അവിടെ ചെറിയൊരു വെളിച്ചം പരന്നുകിടക്കുന്നു. ഹാളിലെ ഡൈനിംഗ് ടേബിളിനു മുകളിൽ ഒരു ചെറിയ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. വായുവിൽ ചൂടുള്ള കാപ്പിയുടെയും അവൻ എന്നും ഉപയോഗിക്കുന്ന അതേ പെർഫ്യൂമിന്റെയും ഗന്ധം നിറഞ്ഞുനിന്നു. ആകാശ് ഹാളിലേക്ക് നോക്കി. അവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ടേബിളിനപ്പുറം ഒരു കസേരയിൽ ഒരാളിരിക്കുന്നുണ്ട്. അയാൾ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇടയ്ക്ക് അയാൾ തന്റെ കാപ്പിക്കപ്പിൽ നിന്ന് ഒരു കഷണം കുടിച്ചു. അയാളുടെ വസ്ത്രങ്ങൾ, അയാളുടെ മുടിയിഴകൾ, അയാളുടെ ചലനങ്ങൾ എല്ലാം ആകാശിന്റേതുപോലെ തന്നെ. ആകാശ് ശബ്ദം പുറത്തുവരാതെ വിറച്ചുനിന്നു. ആ രൂപം പതുക്കെ തലയുയർത്തി നോക്കി. അത് അവൻ തന്നെയായിരുന്നു. വാതിൽ തുറക്കുമ്പോൾ ഞാൻ അകത്തുണ്ടായിരുന്നു. കണ്ണാടിയിൽ നോക്കുന്നതുപോലെയല്ല അത്. അവിടെ മറ്റൊരു ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ആ രൂപം പുസ്തകം മടക്കിവെച്ചു. എന്നിട്ട് വളരെ ശാന്തമായി ഒരു ചെറുചിരിയോടെ ആകാശിനെ നോക്കി പറഞ്ഞു, "നീ വരാൻ വല്ലാതെ വൈകിയല്ലോ. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു." ആ രൂപത്തിന്റെ ശബ്ദം പോലും ആകാശിന്റേതു തന്നെ. പക്ഷെ അതിൽ വല്ലാത്തൊരു ആഴമുണ്ടായിരുന്നു. ആകാശ് പിന്നിലേക്ക് നീങ്ങി വാതിൽ തുറക്കാൻ ശ്രമിച്ചു. പക്ഷെ വാതിൽ അവിടെയില്ലായിരുന്നു. പകരം അവൻ കണ്ടത് താനിപ്പോൾ കയറിവന്ന അതേ ഹാള് തന്നെയാണ്. അവൻ തിരിഞ്ഞുനോക്കി. ഇപ്പോൾ അവന്റെ മുന്നിൽ 2 ആകാശമാർ ഇരിക്കുന്നു. ഓരോ തവണ അവൻ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോഴും അവൻ ആ മുറിക്കുള്ളിലേക്ക് തന്നെ വീണ്ടും പ്രവേശിച്ചു. ഓരോ തവണയും അവിടെയിരിക്കുന്ന തന്റെ എണ്ണം കൂടി വന്നു. അവരെല്ലാം ഒരേപോലെ അവനെ നോക്കി ചിരിച്ചു. അവരെല്ലാം ഒരേപോലെ കാപ്പി കുടിച്ചു. "നമ്മളിവിടെ എന്നേക്കുമുണ്ടായിരുന്നു ആകാശ്. നീയാണിന്ന് വൈകിയെത്തിയത്." അവൻ തന്റെ തലയിൽ കൈവച്ചു നിലവിളിച്ചു. ആ ശബ്ദം ആ മുറിക്കുള്ളിൽ 1000 തവണ പ്രതിധ്വനിച്ചു. ഒടുവിൽ അവൻ തളർന്ന് ആ കസേരകളിൽ ഒന്നിലിരുന്നു. മേശപ്പുറത്തിരുന്ന കാപ്പി കപ്പ് കൈയിലെടുത്തു. അത് ഇപ്പോഴും ചൂടോടെയിരിക്കുന്നു. അവൻ ആ പുസ്തകം തുറന്നു. അതിൽ അവന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എഴുതിവച്ചിരുന്നു. അവൻ ഇപ്പോൾ വാതിൽ തുറന്നുവന്നതുൾപ്പെടെ. പുറത്ത് ആരോ വാതിൽക്കൽ താക്കോൽ തിരിക്കുന്ന ശബ്ദം കേട്ടു. ക്ലിക്ക്! കസേരയിലിരുന്ന ആകാശ് പതുക്കെ തലയുയർത്തി. വാതിൽ തുറന്നുവരുന്നത് മറ്റൊരു ആകാശാണ്. അയാൾ പേടിയോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. അവൻ പതുക്കെ പറഞ്ഞു, "നീ വരാൻ വല്ലാതെ വൈകിയല്ലോ." ഇന്നും ആ ഫ്ളാറ്റിലെ 404 നമ്പർ മുറിയിൽ ആയിരക്കണക്കിന് ആകാശുമാർ വരിവരിയായി ഇരിക്കുന്നു. അവർക്കിടയിൽ യഥാർത്ഥത്തിൽ ആരാണ് ആദ്യം വന്നതെന്ന് ആർക്കും അറിയില്ല. ഓരോ തവണ വാതിൽ തുറക്കുമ്പോഴും പുതിയൊരു ആകാശ് അവിടെ ജനിക്കുന്നു. ഞങ്ങളുടെ തറവാടിന്റെ ഉമ്മറത്ത് ആ വലിയ തേക്ക് മരത്തിന്റെ ക്ലോക്ക് തൂങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് തലമുറകളായി. അതിന്റെ പെൻഡുലം ആടുന്നത് ഒരു ഹൃദയമിടിപ്പ് പോലെയാണ്. സ്റ്റാർ ടിക് ടോക്ക് ടോക്ക് സ്റ്റാർ. പക്ഷേ ആ ഹൃദയമിടിപ്പിനൊരു താളമില്ലെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. ഒരു രാത്രിയിൽ കനത്ത മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഉമ്മറത്ത് കൂടിയിരിക്കുകയായിരുന്നു. കറന്റ് പോയതുകൊണ്ട് മെഴുകുതിരി വെട്ടത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഭിത്തിയിലെ നിഴലുകൾ കാറ്റിൽ ഭീമാകാരമായി നൃത്തം ചെയ്യുന്നുണ്ട്. അവിചാരിതമായാണ് അമ്മ ആ ക്ലോക്കിലേക്ക് നോക്കിയത്. 9:10 ആയല്ലോ. നമുക്ക് കിടന്നാലോ? അമ്മ ചോദിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ നോക്കുമ്പോൾ ക്ലോക്കിലെ സമയം 10:30 ഞാൻ എന്റെ കൈയിലെ വാച്ചിലേക്ക് നോക്കി. അതിലും 10:30 തന്നെ. ഞാൻ അച്ഛനെ നോക്കി. അച്ഛൻ തന്റെ പഴയ പോക്കറ്റ് വാച്ച് തുറന്നു നോക്കി പറഞ്ഞു, "എന്താ നീ പറയുന്നത്? 9:45 ആകുന്നതേയുള്ളൂ." ഞങ്ങൾ 3 പേരും പരസ്പരം നോക്കി. ഒരേ മുറിയിൽ ഒരേ വെളിച്ചത്തിൽ ഒരേ ക്ലോക്കിലേക്ക് നോക്കുന്ന 3 പേർക്ക് 3 സമയങ്ങൾ. അമ്മയ്ക്ക് സമയം പിന്നിലാണ്, അച്ഛന് അത് ഏതാണ്ട് കൃത്യമാണ്. എനിക്കാണെങ്കിൽ സമയം അതിവേഗം മുന്നോട്ട് പായുകയാണ്. ഞങ്ങൾ ആ ക്ലോക്കിന്റെ അരികിലേക്ക് ചെന്നു. അതിന്റെ സൂചികൾ വിചിത്രമായ രീതിയിൽ ചലിക്കുകയായിരുന്നു. അമ്മ നോക്കുമ്പോൾ സൂചികൾ പതുക്കെയാണ് നീങ്ങുന്നത്. അച്ഛൻ നോക്കുമ്പോൾ അത് സാധാരണഗതിയിൽ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ആ സൂചികൾ ഒരു ഭ്രാന്തനെപ്പോലെ വട്ടം കറങ്ങുകയാണ്. ഓരോ നിമിഷവും എന്റെ ആയുസ് ആരോ കവർന്നെടുക്കുന്നതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് മുറിയുടെ ഇരുളടഞ്ഞ മൂലയിൽ ഇരുന്നിരുന്ന മുത്തശ്ശി പതുക്കെ ചിരിച്ചു. വർഷങ്ങളായി തളർന്നുകിടക്കുന്ന മുത്തശ്ശി അന്ന് ആദ്യമായാണ് സംസാരിക്കുന്നത്. മുത്തശ്ശി ആ ക്ലോക്കിലേക്ക് നോക്കി. "നിങ്ങൾക്കല്ലേ സമയം മാറിക്കാണിക്കുന്നത്? എനിക്ക് മാത്രം അത് കൃത്യമാണ്," മുത്തശ്ശി മന്ത്രിച്ചു. ഞങ്ങളെല്ലാവരും മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി കാണുന്ന സമയം എത്രയാണെന്ന് ഞങ്ങൾ ചോദിച്ചു. മുത്തശ്ശി വിറയ്ക്കുന്ന വിരൽ ചൂണ്ടി ആ ക്ലോക്കിലേക്ക് നോക്കി പറഞ്ഞു, "12 മണി. കൃത്യം 12." ഞങ്ങൾ ആ ക്ലോക്കിലേക്ക് നോക്കി. മുത്തശ്ശി ഒഴികെ മറ്റാർക്കും അവിടെ 12 മണിയായിരുന്നില്ല. പക്ഷേ ക്ലോക്കിന്റെ പെൻഡുലം പെട്ടെന്ന് നിശ്ചലമായി. മുറിയിലെ മെഴുകുതിരികൾ ഒരേ സമയം അണഞ്ഞു. ആ ഇരുട്ടിൽ മുത്തശ്ശിയുടെ ആഴത്തിലുള്ള ഒരു ശ്വാസം വിടൽ ഞങ്ങൾ കേട്ടു. പിന്നീട് ഞങ്ങൾ വെളിച്ചം തെളിച്ചപ്പോൾ കണ്ടത് മുത്തശ്ശി കസേരയിൽ നിശ്ചലമായി ഇരിക്കുന്നതാണ്.
ക്ലോക്കിലെ സൂചികൾ ഇപ്പോൾ എല്ലാവർക്കും ഒരേ സമയം കാണിക്കുന്നു. കൃത്യം 12 മണി. ആ വീട്ടിൽ സമയം പിന്നീട് ഓടിയിട്ടില്ല. അമ്മയും അച്ഛനും ഞാനും ഇന്നും ആ മുറിയിലിരിക്കുകയാണ്. പക്ഷേ അമ്മയ്ക്കിന്നും അത് 9:10 അച്ഛന് 9:45. എനിക്ക് മാത്രം അത് 10:30. ആ 12 മണിയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും നടന്നെടുക്കുകയാണ്. ഞങ്ങളിൽ ആർക്ക് എപ്പോഴാണ് 12 മണിയാകുന്നതെന്ന് ആർക്കും അറിയില്ല. കരയാത്ത കുഞ്ഞിന്റെ തൊട്ടിൽ. അതൊരു പഴയ നാലുകെട്ടായിരുന്നു. തറവാട്ടിലെ തെക്കേ മൂലയിലുള്ള മുറി വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. ആ മുറിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഒരു വിചിത്രമായ ശബ്ദം കേൾക്കാമെന്ന് നാട്ടുകാർ പറയും. ഒരു മരത്തൊട്ടിലാടുന്ന ശബ്ദം സ്റ്റാർ ക്രീ ക്രാ ക്രീ ക്രാ. അപ്പു തന്റെ അവധിക്കാലം ആഘോഷിക്കാൻ തറവാട്ടിലെത്തിയതായിരുന്നു. നഗരത്തിൽ വളർന്ന അവന് ഈ കഥകളൊന്നും വിശ്വാസമായിരുന്നില്ല. ഒരു രാത്രി എല്ലാവരും ഉറങ്ങിയ നേരം അവൻ ആ പൂട്ടിക്കിടക്കുന്ന മുറിയുടെ വാതിൽക്കലെത്തി. തുരുമ്പിച്ച പൂട്ടിൽ അവൻ തന്റെ കൈവച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പൂട്ട് തനിയെ തുറന്നു. മുറിക്കുള്ളിൽ വായുവിന് വല്ലാത്തൊരു പഴക്കമുണ്ടായിരുന്നു. പൊടിപിടിച്ച അലമാരകളും ചിതറിക്കിടക്കുന്ന പഴയ പുസ്തകങ്ങളും. മുറിയുടെ നടുവിലായി ആ വലിയ മരത്തൊട്ടിലുണ്ടായിരുന്നു. അത് പതുക്കെ ആടുന്നുണ്ടായിരുന്നു. കാറ്റില്ലാത്ത ആ മുറിയിൽ ആ തൊട്ടിൽ എങ്ങനെ ആടുന്നു എന്ന് അവൻ അത്ഭുതപ്പെട്ടു. അവൻ പതുക്കെ ആ തൊട്ടിലിനടുത്തേക്ക് നടന്നു. അതിനുള്ളിൽ ഒരു വെളുത്ത പുതപ്പ് ചുരുട്ടിവെച്ചിട്ടുണ്ട്. അവൻ ആ പുതപ്പ് പതുക്കെ മാറ്റി. അവിടെ ഒരു കുഞ്ഞില്ലായിരുന്നു. പകരം ഒരു മനുഷ്യന്റെ കൈപ്പത്തി മാത്രം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കൈപ്പത്തിയിലെ വിരലുകൾ ഇപ്പോഴും ചലിക്കുന്നുണ്ട്. ഭയം കൊണ്ട് മരവിച്ചുപോയ അപ്പു പിന്നിലേക്ക് നീങ്ങി. അപ്പോഴാണ് അവൻ ആ ഭീകരമായ സത്യം കണ്ടത്. തൊട്ടിലിന്റെ ഓരോ ആട്ടത്തിലും ആ മുറിയുടെ ഭിത്തിയിൽ ഒരു നിഴൽ തെളിയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ നിഴൽ. അവൾ ആ തൊട്ടിലിനു മുകളിൽ കുനിഞ്ഞുനിന്ന് അതാട്ടുകയാണ്. പക്ഷേ മുറിക്കുള്ളിൽ അവളെ കാണാനില്ല. ഭിത്തിയിൽ അവളുടെ നിഴൽ മാത്രം. പെട്ടെന്ന് ആ നിഴൽ നിശ്ചലമായി. ഭിത്തിയിലെ ആ നിഴൽ രൂപം പതുക്കെ തലതിരിച്ച് അപ്പുവിനെ നോക്കി. നിഴലിന് കണ്ണുകളില്ലായിരുന്നു. പക്ഷേ അതുതന്നെ നോക്കുന്നുണ്ടെന്ന് അവന് ഉറപ്പായിരുന്നു. ഭിത്തിയിൽ നിന്നൊരു കൈ പതുക്കെ പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു കൈ. അവൻ വാതിലിനടുത്തേക്ക് ഓട്ടി. പക്ഷേ വാതിൽ തനിയെ അടഞ്ഞു. മുറിക്കുള്ളിലെ വെളിച്ചം പതുക്കെ അണഞ്ഞു തുടങ്ങി. ആ ഇരുട്ടിൽ അവൻ ആ ശബ്ദം കേട്ടു. ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ല, മറിച്ച് ഒരു വൃദ്ധന്റെ പരുക്കൻ ചിരി. "നീ വന്നല്ലോ. എന്റെ തൊട്ടിലാട്ടാൻ ഇന്നു മുതൽ നീ ഉണ്ടാകുമല്ലോ." പിറ്റേന്ന് രാവിലെ വീട്ടുകാർ ആ മുറി തുറന്നപ്പോൾ അപ്പുവിനെ അവിടെ കണ്ടില്ല. പക്ഷേ ആ മരത്തൊട്ടിൽ അപ്പോഴും ആടുന്നുണ്ടായിരുന്നു. തൊട്ടിലിനുള്ളിൽ ആ പഴയ പുതപ്പിനടുത്ത് പുതിയൊരു കൈപ്പത്തി കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പുവിന്റെ കയ്യിലുണ്ടായിരുന്ന അതേ വാച്ച് ആ കൈപ്പത്തിയിൽ അപ്പോഴും ടിക് ടിക് ശബ്ദത്തോടെ ഓടുന്നുണ്ടായിരുന്നു. ഇന്നും ആ തറവാട്ടിലെ തെക്കേ മുറിയിൽ ആരെങ്കിലും കയറിയാൽ അവർക്ക് 2 നിഴലുകളെ കാണാം. ഒന്ന് തൊട്ടിലാട്ടുന്ന സ്ത്രീയുടെയും മറ്റൊന്ന് ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു ആൺകുട്ടിയുടെയും. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ കട്ടിലിന് താഴെ നിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ കൈകൾ കട്ടിലിനു പുറത്തേക്ക് തൂക്കിയിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വലിച്ച് പുതപ്പിനുള്ളിലേക്ക് വെക്കുക. ഇരുട്ടിൽ നിന്ന് ഒരു കൈ നിങ്ങളുടെ വിരലുകളിൽ തൊടാൻ കാത്തിരിക്കുന്നുണ്ടാകാം. കണ്ണുകൾ പതുക്കെ അടയ്ക്കാം. നിങ്ങളുടെ മുറിയിലെ ക്ലോക്കിന്റെ ശബ്ദം ഇപ്പോൾ ആ മരത്തൊട്ടിൽ ആടുന്നതുപോലെ തോന്നുന്നുണ്ടോ?